യാത്രയാണ് അയ്യോ സത്യം 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 ഞങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. അത്രയും സമയം ഒറ്റയ്ക്കുള്ള യാത്ര അല്ലെ, ഒരു മനുഷ്യനില്ല, ഒന്ന് എന്തെങ്കിലും വണ്ടിക്ക് പറ്റിപ്പോയാലോ അവിടെ കിടക്കേണ്ടി വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടല്ലോ. ഒരിക്കലും ഈ യാത്രയിലുടനീളം ഒരിക്കലും പേടി തോന്നിയിട്ടില്ലേ നാജി? പേടിയൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ എപ്പോഴും ഒരു സ്പിരിച്വൽ ഫീൽ, അങ്ങനെ ആൾക്കാർ വിശ്വസിക്കുന്ന അറിയില്ല, എനിക്ക് അങ്ങനെ തോന്നും. എന്തോ എന്റെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്, എന്നെ എന്തോ ഒരു സാധനം പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് എപ്പോഴും തോന്നലുണ്ട്. അതധികം സൗദിന്ന് അധികം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സൗദിയിൽ അധികം ആളുകളും ഈ ജിന്ന് അങ്ങനെ പറയും, പക്ഷെ ചിലപ്പം അധികം ആളും കണ്ടിട്ടുണ്ട്, ഞാൻ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോ എപ്പോഴും ഞാൻ സ്വയം ഒറ്റക്ക് വർത്താനം പറയുന്നതാണ്. അത് പണ്ട് മുതലേ ഞാൻ അങ്ങനെ വർത്താനം പറയും. പിന്നെ ഞാൻ എന്റെ ഞാനൊന്ന് ക്ലിയർ ചെയ്ത് പോട്ടെ, ജിന്നിനെ കണ്ടിട്ടുണ്ടെന്നാണോ പറഞ്ഞത്? ജിന്നിനെ കണ്ടോന്ന് ചോദിച്ചാൽ അനുഭവിച്ച് ഞാന് അങ്ങനെ പറയണമെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യോ? കുറച്ചൊന്ന് പേടിപ്പിച്ചാലോ നമുക്ക്? ശരിക്കും ഇപ്പോഴത്തെ കാലത്തൊന്നും ആൾക്കാരത് വിശ്വസിക്കൂല. പക്ഷെ സൗദിയിൽ യാത്ര ചെയ്ത അധികം പ്രവാസികൾ ചോദിച്ചാലും അറബികൾ പോലും പറയും ഈ വാദി ജിന്ന് എന്നൊരു സ്ഥലമുണ്ട്. അത് ശരിക്കും പറഞ്ഞാല് ഈ പിന്നെ ജിയോഗ്രഫിക്കലി ഉള്ള ഒരു സംഭവമാണ്. പക്ഷെ ആളുകൾ പറയുന്ന വെച്ചാല് അവിടെ ഒരു റോഡ് ഉണ്ട്, ഒരു സ്ട്രൈറ്റ് റോഡാണ്. ആ സ്ട്രൈറ്റ് റോഡിൽ നമ്മൾ വണ്ടി ന്യൂട്രലിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചവിട്ടിയും പിടിക്കൊന്നും വേണ്ട, ഫസ്റ്റ് ഗിയറിൽ ഇട്ടാലും വണ്ടി ഇങ്ങനെ 120 സ്പീഡിൽ ഇങ്ങനെ പോകും. സാധാരണ നമ്മുടെ നാട്ടിലെല്ലാം ഇങ്ങനെ കയറ്റത്തിൽ വെച്ചാൽ ആ വണ്ടി ഇങ്ങനെ പോവാന് ബാക്കോട്ട് മുന്നോട്ട്. ഇത് അങ്ങനെയല്ല, ഇതൊരു സ്ട്രേറ്റ് റോഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഉരുണ്ടുപോകും. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 25 കിലോമീറ്ററോളം വണ്ടി അങ്ങനെ പോയി. അപ്പം പാകിസ്ഥാനികളാണ് വാദി ജിന്ന് എന്ന് പേരിട്ടെ, പക്ഷെ ഇതുവരെ ഒരു സൗദിക്കാർ അങ്ങോട്ടേക്ക് പോകില്ല. അപ്പൊ എനിക്കവിടെ കുറെ സൗദി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവർ പറഞ്ഞത് നമ്മളൊന്നും പോക്കില്ല. അറബികൾ വിശ്വസിക്കും. കുവൈത്തിൽ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അധികം ക്യാമ്പ് ചെയ്യാൻ പോകരുത്, ഒറ്റക്ക് ഡെസേർട്ട് പോകരുത്. അവർ കുറെ വീഡിയോസ് എല്ലാം കാണിച്ചത് ഞാൻ പറഞ്ഞു ഇതെല്ലാം എഡിറ്റിംഗ് ആയിരിക്കും. പക്ഷെ എനിക്കെന്തോ അങ്ങനെ അനുഭവിച്ചവരാണ് ഞാനും അത് ഉണ്ട് എന്ന് എല്ലാം വിശ്വസിച്ചത്. ആ അനുഭവം വന്നപ്പോ എന്താ തോന്നിയത്? മറ്റേ രോമൊക്കെ എഴുന്നേറ്റ് ഗൂസ് ബംസ് ഒക്കെ വന്നോ? അനുഭവം എന്ന് പറഞ്ഞാല് ഞാൻ തന്നെ ഒരു ജിന്നാണ്. അപ്പൊ ഞാൻ തന്നെ എന്നെക്കാട്ടി വലിയ ഏത് ജിന്നെന്നല്ലേ? അല്ല, ഇങ്ങനത്തെ കുറച്ച് വട്ടിലുണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പൊ ഞാനിങ്ങനെ സ്വയം പറയും ഞാൻ തന്നെ എന്നെ കൊണ്ട് പെട്ടിട്ടിരിക്കുക, നീ എന്റെ കൂടെ കൂടി നീയും വളരെ ഉണ്ടാവും പറയില്ല. എനിക്ക് പലപ്പോഴും നാജിയുടെ വീഡിയോസ് കാണുമ്പോൾ തോന്നിയിട്ടുള്ളത്, അത് കാണാൻ പ്രേരിപ്പിക്കുന്നത് ഒരുപക്ഷെ നാജിയുടെ ആ ഹ്യൂമർ സെൻസും കൂടിയാണ്. നമുക്കൊരു വീഡിയോ ഒന്ന് കാണാം. അതെ അതെ, ഭാഷയും ആ കോമഡിയും ഒന്നൊരു വീഡിയോ നമുക്ക് കാണാം ഒന്ന്. സൺസെറ്റും we are stuck in Basra and there is so many Iraqis here. Walaikum assalam. So mechanic is coming. Okay, light. Technician came here, they checked our gearbox. They are trying to helping me. والله وين هذا بالعربي شفت يمدي This is the problem. Today I'm going on Iraqi's home. Take our service tomorrow. അറിയാം, ഇത് നമ്മളെ സൗദി അറേബ്യയിലെ എഡ്ജ് ഓഫ് ദ വേൾഡ് അല്ല, ഇത് കുവൈത്തിലെ എഡ്ജ് ഓഫ് ദ വേൾഡ്. നിങ്ങൾ ആരും വിശ്വസിക്കില്ല. കുവൈത്തില് സുബ്യ ഡെസേർട്ട് ഉണ്ട്.